സോ നമ്മുടെ ഉച്ച കഴിഞ്ഞുള്ള സെഷൻ ഇപ്പോൾ ആരംഭിക്കുകയാണ്. റെൻസി തോമസ് അച്ഛൻ മോഡറേറ്റ് ചെയ്യുന്ന സെഷനിൽ ഡോക്ടർ ഉഷ ടൈറ്റസ് IAS, മിസസ് ആനി ജൂല തോമസ് IAS, രണ്ട് IAS ഓഫീസേഴ്സ്. Thank you very much for being part of Marthoma's Conference 114 session. പ്രത്യേക നന്ദിയും സ്നേഹവും ഞങ്ങൾ വെയിറ്റിംഗ് ടു session dedicated to that they may see your good works and glorify your Father which is in heaven. Beloved Tirmenis, respected archers, honorable chief guest, delegates, good afternoon all. It's my great privilege and joy to warmly welcome you all to the panel discussion on practicing Christian values in public space, conducted as part of day 3 of our students' conference. In a generation like Gen Z that constantly seeks authenticity, purpose, and meaningful impact, this theme reminds us of the importance of living out faith through integrity, compassion, justice, and service in every sphere of life. Today's session invites us to reflect how Christian values can shape not only our personal lives, but also the way we engage with society, leadership, we are true. Awareness. Without further delay, എത്രയും സ്നേഹവും ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, ഏറെ സ്നേഹമുള്ള പ്രിയ യുവജനങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതിയവരവിനായി ഞാൻ അകമൊഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു പാനലിന്റെ ഭാഗമായി എനിക്കും ഇവിടെ ആയിരിക്കുവാൻ ദൈവം കരുണ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഇതൊരു വലിയ അനുഗ്രഹവും ഭാഗ്യവും പ്രിവിലേജായി ഞാൻ കണക്കാക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു കുടിവരവ് എത്ര പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ, എത്ര തോട്ട്ഫുള്ളായി ക്രമീകരിക്കപ്പെട്ടതാണ് എന്നോർക്കുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. ഓരോ സെഷനുകളും അത്തരത്തിൽ വളരെ തോട്ട്ഫുള്ളായി, ഒരുപാട് ആലോചനയോടെ അഭിനന്ദിയ ഫിലിക്സ് തിരുമേനിയുടെയും സംഘാടകരുടെയും പ്രാർത്ഥനയും പ്രയത്നവും ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അഭിനന്ദ തിരുമേനിയോടും എല്ലാ സംഘാടകരോടുമുള്ള പ്രത്യേകമായ സന്തോഷം, അഭിനന്ദനങ്ങളും നന്ദി ഈ സമയം ഈ പാനലിന്റെ നാമത്തിൽ അറിയിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഒരു കുടിവരവ് വലിയ പ്രതീക്ഷയാണ്. ഇപ്പോൾ നമ്മോട് നോക്കുമ്പോൾ മാർത്തോമാ സഭയുടെയും ഈ നാടിന്റെയും പ്രസന്റാണ്. ഇന്നാണ് നാളെയുടെ പ്രതീക്ഷകളുമാണ് വിളിക്കുന്ന ഓരോരുത്തരും. ഇങ്ങനൊരു പാനൽ ഡിസ്കഷൻ തീർച്ചയായും ഇന്ന് വിളിക്കുന്ന ഒരുപാട് പേരെ സ്വാധീനിക്കുമെന്നതിൽ അല്പം പോലും സംശയമില്ല. കാരണം ഇവിടെ നിൽക്കുമ്പോൾ 2006, 2011 ട്രിവാൻഡ്രം നടന്ന കോൺഫറൻസുകളിൽ വളരെയധികം നമ്മുടെ യുവജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളതൊക്കെയാണ്. ഓരോ പങ്കുവയ്ക്കലുകളും നമ്മുടെ ജീവിതത്തെ തൊടുന്ന, ഒരുപക്ഷെ ജീവിതത്തെ ലൈഫ് ഡിഫൈനിങ് മൊമെന്റ്സ് ആയി തീരാൻ സാധ്യതയുണ്ട്. ഇറ്റ് കുഡ് ബി യുവർ ലൈഫ് ഡിഫൈനിങ് മൊമെന്റ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന പേഴ്സണലാണ്, അല്ലെ? എല്ലാം തീർച്ചയായും പേഴ്സണലാണ്, സ്റ്റോറീസ് ആണ്. എന്നാൽ ഓരോ വ്യക്തിയെയും രൂപപ്പെടുത്തുന്നത് തീർച്ചയായും അവരുടെ സാഹചര്യങ്ങളാണ്.
അവർ വളർന്നു വന്ന ഭവനാന്തരീക്ഷം, അവരുടെ ഇടവക, സൺഡേ സ്കൂൾ, യുവനസഖ്യം, ഇതുപോലുള്ള കോൺഫറൻസുകൾ, സഭ ഒക്കെ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. നിങ്ങളെ ഇത്തരത്തിൽ ഒരു വലിയ ദർശനത്തിലേക്ക് നയിക്കുന്നതിന്, ഇങ്ങനെ ഒരു പൊതുജീവിതം തിരഞ്ഞെടുക്കുന്നതിന്, സമൂഹത്തിനായി എന്തെങ്കിലും ഒരു സംഭാവനകൾ നൽകണം എന്നുള്ള ഒരു സമർപ്പണത്തിലേക്ക് നയിക്കുന്നതിൽ നിങ്ങളുടെ ഒരു ഭവനത്തിന്റെ അന്തരീക്ഷം, പേരൻസിന്റെ ഒരു ഇൻഫ്ലുവൻസ്, അതുപോലെ സൺഡേ സ്കൂൾ, ഇവിടെയൊക്കെ ഒരു സ്വാധീനം നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡിൽ എങ്ങനെയായിരുന്നു പറഞ്ഞു തുടങ്ങാം അല്ലേ? Thank you for the very warm welcome remarks. ഉച്ചയൂണിന് ശേഷം ഇത്രയും കുട്ടികൾ ഇവിടെ വന്ന് ഈ ഡിസ്കഷനിൽ ഭാഗവാക്കാക്കുവാൻ തീരുമാനിച്ച നിങ്ങൾക്ക് ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. That shows the level of curiosity and dedication you have towards this conference. അപ്പോൾ അച്ഛൻ ചോദിച്ചു എൻ്റെ ഏർലിയർ സർക്കംസ്റ്റാൻസസ്, നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെ എന്നെ രൂപാന്തരപ്പെടുത്തിയത്. എൻ്റെ പിതാവ് അച്ഛൻ മരിച്ചുപോയി 5 വർഷങ്ങൾക്ക് മുമ്പ്. ഇൻഫാക്ട് യെസ്റ്റർഡേ വാസ് ഹിസ് ഡെത്ത് ആനിവേഴ്സറി. അദ്ദേഹം റാണി ക്രിസ്തോസ് പള്ളിയുടെ അംഗമായിരുന്നു. ഇപ്പൊ നിങ്ങളെ പോലെ ഒരു യുവാവായിട്ട് സ്കൂൾ പഠിച്ചു ഒരു യു ക്യാൻ സേ അദ്ദേഹം വന്ന കുടുംബം എന്ന് പറയുന്ന ഒരു ലോ ഇൻകം അഗ്രികൾച്ചറൽ ഫാമിലിയാണ് റാന്നിയില്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും സ്കൂൾ പ്രീ ഡിഗ്രി ജയിക്കുന്നു. അതിനുശേഷം മെഡിസിന് പോകുവാൻ താല്പര്യമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് കേരളത്തിൽ മെഡിക്കൽ കോളേജുകളില്ല. അപ്പൊ ഡോക്ടർ ചെറിയൻ ഓടച്ചേന്ദ്രത്തിലുള്ള ഡോക്ടർ ചെറിയൻ മിറാജ് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അദ്ദേഹം ഡോക്ടർ ചെറിയനെ അറിയാവുന്നതുകൊണ്ട് എഴുതി എനിക്ക് മെഡിസിൻ പഠിക്കണം, താങ്കളെ പോലെ ആവണം. അങ്ങനെ ഡോക്ടർ ചെറിയൻ മിറാജ് മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റൊക്കെ അന്നത്തെ സായിപ്പിന്റെ അടുത്ത് പറഞ്ഞ് അറേഞ്ച് ചെയ്തു. പക്ഷേ ഞാൻ പറയുന്നു, പിന്നെ അച്ഛൻ വരുന്നു, അച്ഛൻ വന്ന് പറയുന്നു, മോനെ കഴിക്ക് എങ്ങനെയെങ്കിലും നമുക്ക് നോക്കാം, പക്ഷെ ബുദ്ധിമുട്ടൊക്കെയും തീർത്ത് കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ മുറിയിലിരുന്നു. അപ്പോൾ അയൽക്കാർ വരുന്നു, ബന്ധുക്കാർ വരുന്നു, ചിലര് 25 പൈസ, 50 പൈസ, 1 രൂപ, അങ്ങനെ പ്രോമിസ് ചെയ്ത് അയൽക്കാരായിട്ടുള്ളവർ പ്രോമിസ് ചെയ്ത് അവസാനം കാശുണ്ടാക്കി ആ കോളേജിൽ ട്യൂഷൻ ഫീക്ക് കൊടുക്കുവാൻ, റെയിൽവേ ട്രെയിൻ യാത്രക്ക്, പിന്നെ കയ്യിൽ കുറച്ച് പൈസ. അപ്പോഴാണ് മുറിയിൽ നിന്ന് വെളിയിൽ വന്നത്. നമ്മുടെ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി മഹത്വത്തോടെ നീക്കിത്തരാവുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ കഥ ഞങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു പള്ളി ആരാധനയിൽ നിന്നാണല്ലോ ഓഡിറ്റോറിയം, അവിടെ അതിൽ പങ്കെടുക്കുന്നത് ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് ചെറിയ പ്രായത്തിലെ സ്വീകരിക്കുവാൻ ഈ വീട്ടിലെ അന്തരീക്ഷം എന്നെ സഹായിച്ചു. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മെഡിസിൻ പഠിക്കുന്നത്. അതിനുശേഷം IAS എടുക്കുവാൻ തീരുമാനിച്ചു. മാഡത്തിന്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് ഞാൻ ജനിച്ചു വളർന്ന്. ചിലപ്പം നിങ്ങളിൽ പലരും എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം എന്റെ ലൈഫെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ബേസിക്കലി ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചത്. എന്നാൽ എന്റെ പിതാവ് എന്റെ വളരെ ചെറുപ്പത്തിലെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ തിരിച്ച് ഞാനും എൻ്റെ അമ്മയും എൻ്റെ സിസ്റ്ററും അമ്മയുടെ വീട്ടിലേക്ക് വന്നു. എൻ്റെ മമ്മി ഒരു മാർത്തമ്മ ഫാമിലിയിൽപ്പെട്ടതാണ്. അതിനുശേഷം എൻ്റെ വിവാഹത്തിന് ശേഷം ഞാനൊരു CSIക്കാരനെ കല്യാണം കഴിച്ചതുകൊണ്ട് ഞാനിപ്പം CSI സഭയുടെ അംഗവുമാണ്. അപ്പം മാഡം ഒരു മാർത്തമ്മ ഫാമിലിയിൽ ജനിച്ചതിന് ശേഷം അതിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ
ഈ ഒരു എക്യൂമിനിസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓർത്തഡോക്സ്, മാർത്തമ്മ, CSI ഈ 3 സഭകളെ സ്നേഹിക്കുന്നതിനും ഈ 3 സഭകളും പഠിപ്പിച്ചു തരുന്ന നല്ല ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതിനും എല്ലാവരെയും ബഹുമാനിക്കുന്നതിനും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിനും ഒക്കെ ഒരു അവസരം ദൈവം എനിക്ക് തന്നു. അതിൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നത് എൻ്റെ ബാല്യവും കൗമാരവും യൗവനവും എല്ലാം മാർത്തമ്മ സഭയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം, എൻ്റെ VBS പഠനം, എൻ്റെ യൂത്ത് മൂവ്മെന്റ് കൃപ നിങ്ങൾക്ക് അതിലൂടെ സാധ്യമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് സഭയോട് ഒരുപാട് കടമുണ്ട്, പ്രത്യേകിച്ച് മാർത്തമ്മ സഭയോട്. എൻ്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉറപ്പിക്കുവാൻ പിന്നെ എൻ്റെ അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു മമ്മിയായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ആ ഒരു വലിയ അമ്മ എന്നുള്ള അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കിട്ടിയ സപ്പോർട്ടാണ്. അതുപോലെ എന്റെ സ്പിരിച്വൽ ലൈഫിൽ എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ് എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ. ഒരു വലിയ ട്രെയിൻ ആക്സിഡന്റിൽ പെട്ട് കാലിന്റെ മുട്ടിന് മൾട്ടിപ്പിൾ സർജറി കഴിഞ്ഞ എൻ്റെ അമ്മാച്ചൻ നാട്ടിലെ എൻ്റെ അമ്മച്ചനെ കാണാൻ വരുന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ചയിലായിരുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രയർ മുട്ടുമേൽ നിന്നായിരുന്നു. 79-80 വയസ്സ് വരെ ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മളീ പലരും എല്ലാ ജീവിത സൗകര്യങ്ങളും അനുഭവിക്കുമ്പോഴും സെറ്റിയിലിരുന്നോ അവസാനം കട്ടിലേക്കിരുന്നോ പ്രാർത്ഥിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ മാതൃക എനിക്ക് കിട്ടിയത് എൻ്റെ അമ്മാശനിൽ നിന്നാണ്. അതുപോലെ ഞാനും എൻ്റെ ഗ്രാൻഡ് പാരൻസിന്റെ കൂടെ വളർന്നത് കൊണ്ട് അങ്ങനെ അപ്പം ആ റാങ്ക് കിട്ടുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ YMCA സഹമത്സരങ്ങളിലും കൊണ്ടുപോകായിരുന്നു. അപ്പം ആ വർഷം 10ല് പരീക്ഷ എഴുതുന്നതിൻ്റെ ആ വർഷം YMCA ഒരു മത്സരത്തിന് പോയി റാങ്ക് മത്സരത്തിന് പ്രൈസ് കിട്ടിയപ്പോൾ സമ്മാനം തന്നത് സുധാ പിള്ള എന്ന പേരുള്ള അന്നത്തെ ഇവിടുത്തെ സബ് കളക്ടർ. അപ്പം അവര് വളരെ എലഗന്റായി അവർക്ക് ആ YMCA ഓർഗനൈസേഴ്സ് കൊടുത്ത ബഹുമാനം വെരി ഇംപ്രസീവ്. എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ ഇത്രമാത്രം ബഹുമാനത്തോടു കൂടി ഓർഗനൈസേഴ്സ് ഒരാളെ സ്വീകരിക്കുന്ന കാണാത്തതുകൊണ്ട് അതിന് ശേഷം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഈ സബ് കളക്ടർ ആരാണ്? പിറ്റേ ദിവസം എന്നെ തിരുവനന്തപുരം കളക്ടറേറ്റിന്റെ അവിടെ കൊണ്ടുപോയി. അപ്പൊ അന്ന് ആ കാലത്ത് ട്രിവാൻഡ്രം കളക്ടറേറ്റ് എന്ന് പറയുന്നത് ഇന്ന് കോടതി ഇരിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ കൊണ്ട് എന്നെ വെളി കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇവിടെയാണ് കളക്ടർ ഇരിക്കുന്നത്. സബ് കളക്ടറിൽ നിന്നും വർഷങ്ങൾ കഴിഞ്ഞാണ് കളക്ടർ ആവുന്നത്. അന്ന് മുതൽ അതുവഴി റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോകുമ്പോഴും ഇതാണ് ട്രിവാൻഡ്രം കളക്ടറിന്റെ ഓഫീസ് എന്ന് ഞങ്ങൾ കാറേ ഇരുന്ന് പറയുമായിരുന്നു. അന്ന് അപ്പൊ അതുകൊണ്ടൊരു കളക്ടർ ഒരു നല്ല സ്ഥാനമാണല്ലോ എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ റാങ്ക് കിട്ടി. അന്നൊക്കെ പത്രക്കാർ വരുമായിരുന്നു. വന്ന് ചോദിച്ചപ്പോ എന്റെ ചേച്ചിക്ക് റാങ്ക് കിട്ടിയപ്പോ ഡോക്ടറാണോ എന്ന് പറഞ്ഞു. അപ്പോൾ അക്കാലത്ത് ഡോക്ടറും എഞ്ചിനീയറുമാണ് റാങ്കുകാർ പറയുന്നത്. പിന്നീട് റിലേറ്റീവ്സ് കുറച്ചുപേര് ചോദിച്ചു, ഈ കുടുംബത്തിലും ആരെങ്കിലും ഉണ്ടോ IAS ആയിട്ട്? കളക്ടറാകാൻ പോവുകയാണ്. അത് അങ്ങനെ സംഭവിച്ചു. എങ്കിലും പിന്നീട് ഞാൻ മെഡിസിനാണ് തിരഞ്ഞെടുക്കുന്നത്. വീണ്ടും പരീക്ഷ IAS ചെയ്യുവാൻ മോട്ടിവേറ്റ് ചെയ്യാനും കൂടിയാണോ ഞങ്ങളെ വിളിച്ചത്? കാരണം ഞങ്ങൾ രണ്ടും ആ സ്പേസിൽ വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ട് IAS പോലെയുള്ള പരീക്ഷകൾ എഴുതണം? അപ്രകാരമുള്ള ഉദ്യോഗസ്ഥരാകണം. നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റുമായിട്ട് ലിങ്ക്ഡായിട്ടുള്ളതാണ്
നമ്മുടെ ജീവിതം നയിച്ചത്. നിങ്ങളുടെ അപ്പനോ അമ്മയോ സ്ഥലം വാങ്ങിച്ചാൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സർക്കാർ ഓഫീസിൽ പോകണം. എന്തെങ്കിലും കളവ് സംഭവിച്ചാൽ അല്ലെ നമ്മുടെ മേലെ ഒരു ക്രൈം ഉണ്ടായാൽ നമ്മൾ പോകുന്ന പോലീസ് സ്റ്റേഷനിലാണ്. അതും സർക്കാർ. നമ്മൾ ഏത് പ്രൊഫൈലാണെങ്കിലും, ഒരു അമ്മയായിട്ടാണെങ്കിലും അച്ഛനായിട്ടാണെങ്കിലും മകളോ മകനോ മരുമകളോ ഒക്കെ പോലെ എല്ലാ പോസ്റ്റിനും അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട്. അത് ഞങ്ങളുടെ പോസ്റ്റിലും ഉണ്ട് ആ ചലഞ്ചസ്. എന്നാൽ ആ ചലഞ്ചസിനൊക്കെ അപ്പുറം ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ എന്നെ എപ്പോഴും സ്ട്രെങ്തൻ ചെയ്ത വാചകം അതാണ്, നമ്മൾ കംപ്ലീറ്റ് സറണ്ടർ ദൈവകരങ്ങളിൽ പൂർണ്ണമായ. കാരണം നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും ഒക്കെ അപ്പുറത്തായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവകൃപ, ആ ഗ്രേസ് ഓഫ് ഗോഡ് നമുക്കെല്ലാവർക്കും നമ്മളുടെ കുടുംബത്തിൽ നിന്നും സഭയിൽ നിന്നും നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നും പകർന്നു വന്നിട്ടുണ്ട്. അത് ധാരാളം അനുഭവിക്കാനായിട്ട് ദൈവമക്കളായ നമ്മൾക്ക് ദൈവം അവകാശവും തന്നിട്ടുണ്ട്. അതൊക്കെ ധാരാളം ചോദിച്ചോളുക. ബാക്കി പിന്നെ ഫുൾ കൺട്രോള് ഹോളി സ്പിരിറ്റ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചലഞ്ചസ് ഇല്ലാന്നുള്ളതല്ല, ചലഞ്ചസ് ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഉള്ള കൃപ അത് ദൈവം തരും. ആദ്യം നിങ്ങൾ അത് എടുക്കുക. നമ്മൾ ആ പരീക്ഷ ചെയ്യാൻ പോകുന്നു എന്നുള്ള ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അൺസർമൗണ്ടബിൾ എന്ന് തോന്നുന്ന ഒരു ഒബ്സ്റ്റക്കിൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താണ്, ഒരു 10 ലക്ഷം സെൽഫ് സെലക്ടഡ് ആയിട്ടുള്ളവരാണ് പരീക്ഷയ്ക്ക് ട്രൈ ചെയ്യുന്നത്. അതിൽ നിന്ന് പ്രിലിമിനറി കടമ്പയുണ്ട്. ആ പ്രിലിമിനറി കടമ്പ ഒരു കൊണ്ടുവരുന്നത് തന്നെ ഒരു 10,000 പേരെ മാത്രം മെയിൻസിൽ എത്തിക്കാനാണ്. പിന്നെ ഒരു മെയിൻസ് പരീക്ഷ, അതിനുശേഷം ഒരു ഇന്റർവ്യൂവിന് ജസ്റ്റ് ആ വർഷം സെലക്ട് ചെയ്യാൻ പോകുന്ന 1000 കാൻഡിഡേറ്റിന്റെ എഫ്ഡിയെ മാത്രമേ അവർ വിളിക്കുന്നുള്ളൂ. അതിന്റെ കൂടെ 50% റിസർവേഷനും. അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ക്രിസ്തീയ വിശ്വാസികൾ വരേണ്ടത്, കുഞ്ഞുങ്ങൾ വരേണ്ടത് ഈ വെറും 50% നിന്ന്. അപ്പോൾ ഒരു ഭയങ്കര അധികം ബുദ്ധിമുട്ടോ വീഴ്ചയ്ക്കോ സാധ്യതയുള്ള ഒരു പരീക്ഷയിലേക്കാണ് ഞാൻ കടന്നു കയറുന്നത്. അപ്പൊ എനിക്കൊരു ഡീഫോൾട്ട് ഓപ്ഷൻ ഉണ്ട്. അത് ഈ പരീക്ഷ തയ്യാറെടുക്കുന്നവർക്ക് നല്ലത് തന്നെ. കാരണം ഇറ്റ് ഗിവ്സ് യു എ സെൻസ് ഓഫ് സെക്യൂരിറ്റി. അപ്പൊ ഞാൻ ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. ഞാൻ MD ചെയ്തിട്ടാണ് ആദ്യം ചെയ്യുന്നത്. പരീക്ഷ എഴുതുന്നത് MD പഠിക്കുമ്പോഴാണ്. പിന്നെയാണ് MD കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ട്രൈ ചെയ്തത്. അപ്പോൾ ഐ എം ഓൾറെഡി എ ഡോക്ടർ. കിട്ടിയിലേക്കും അതുകൊണ്ട് ഞാൻ ഐസോൺസ് 93-ലാണെങ്കിൽ 92-ൽ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മോക്ക് 7 വയസ്സാണ്. സോ 7 വയസ്സുള്ള മോളാണ്. ആ മോളെ വിട്ടിട്ടില്ല. അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ഫയലിൽ റൂൾ വയലേഷനുമായിട്ട് വരുമ്പോൾ നമ്മള് ആ റൂള് കാണിച്ചു കൊടുക്കണം, ബുദ്ധി ഉപദേശിക്കണം. ബട്ട് റിമെമ്പർ ദാറ്റ് ഇൻ ദ ഗവൺമെന്റ് ജോബ് നമ്മളല്ല അന്തിമ തീരുമാനം. ദി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനാണ് തീരുമാനം എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ പ്രൊമോഷൻ ഓഫ് ഫാക്കൽറ്റി വരും. അപ്പം ഫാക്കൽറ്റിക്ക് PhD ഉള്ളവർക്ക് മാത്രമേ ആ സർവീസ് കൗണ്ട് ചെയ്ത് പ്രൊമോഷൻ കൊടുക്കാവെന്ന് പറയുമ്പോൾ സംഘടനാ ഫലമായിട്ട് അതൊന്നും ചെയ്യാൻ മുൻകൂർ നേരത്തെ സർവീസിൽ കയറിയവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വരുമ്പോൾ എനിക്ക് എഴുതാനേ സാധിക്കും. അത് 2 തവണ 3 തവണ റീകൺസിഡർ ചെയ്യാൻ എനിക്ക് എഴുതി. പക്ഷെ അപ്പോൾ എന്തോ ചെയ്യും, ആ മുഖ്യമന്ത്രിയുടെയോ ക്യാബിനറ്റിന്റെയോ അംഗീകാരം കൊണ്ടുവരുമ്പോൾ we leave the way. കാരണം പ്രതികാരം ദൈവത്തിനുള്ളതല്ലേ. നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ പോലും പ്രതികാരം നേടിയ ദൈവത്തിന്. എല്ലാവരും ആരും തിന്മ പകരം ചെയ്യാതിരിക്കാനാണ് നമ്മുടെ അടുത്ത് ആഹ്വാനം. എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്യും. ബലഹീനരെ താങ്ങുക. ആനി ഫോർ എക്സാമ്പിൾ
ബലഹീനരെ താങ്ങുക. ആ സമയത്ത് വളരെ ഏർലി ഇൻ യുവർ കരിയർ ആണെന്ന് നോക്കാം. പക്ഷെ എങ്കിൽ പോലും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ദൈവം നമ്മളോട് സംസാരിക്കും. If you are aligned with His will, if you have been faithful to Him. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ യുവാൽ നോഹ ഹരാരി എഴുതി ഹോമോ ഡെയൂസ്, മനുഷ്യൻ ദൈവമാണ്. അതോടെ ആന്ത്രോപോസീൻ ഏജ് ആണെന്ന് പറയുന്നത്. മനുഷ്യൻ ദൈവമായിട്ട് എന്ത് നെഗറ്റീവ് തിങ്സ് ചെയ്യുന്നു, വാല്യൂസ് ഒരു സ്ഥാനമില്ല. നീ എങ്ങനെ ജസ്റ്റിഫൈസ് ദ മീൻസ് എന്നാണ് ഇന്നത്തെ ലോകത്തിന്റെ ഒരു ചിലപ്പോൾ ഒരു ഡാർക്ക് സൈഡ് ആയിരിക്കും. അവിടെ ഞങ്ങൾ ഇപ്പോൾ 2 IAS ഓഫീസേഴ്സിനെ കേട്ടു. സത്യം, ദൈവം, തീർച്ചയായിട്ടും ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനം അറിയിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് സീനിയർ IAS ഓഫീസേഴ്സ് അല്ലേ, ഇപ്പോൾ ജൂനിയേഴ്സ് ആണെങ്കിൽ മാറിപ്പോയി. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കേട്ടു ഇപ്പോൾ 24 വയസ്സിൽ 57ാം റാങ്ക് വാങ്ങിയ ശ്രീജ വേണോ, ഇത് തന്നെയാണ് പറഞ്ഞത് ദൈവം. അതുകൊണ്ട് ഈ സത്യാനന്തര കാലത്തിൽ ദൈവം എവിടെയാണ് വേണം, സത്യം എവിടെയാണ്? ഒരു ചെറിയ ചോദ്യം. ഇതിന് ഉത്തരം മോഡറേറ്റർ പറയുന്നതാണ് നല്ലത്. നമ്മൾ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുമ്പോൾ when it comes to elected representatives, നിങ്ങൾ രണ്ടുപേരും ഹാൻഡ് ഇൻ ഹാൻഡ് ഒത്തിരി കോൺഫ്ലിക്ട്സ് തമ്മിൽ വരാറുണ്ട്. അപ്പൊ ഞാൻ ഒത്തിരി കേസസ് കേട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ഈ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, elected representatives at times they tend to be a bit rude towards bureaucrats എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഒരു ന്യായമായ ഡിസിഷനാണ് എടുക്കാൻ മുമ്പോട്ട് വെക്കുന്നതെങ്കിലും അവര് ഇടയ്ക്ക് അതൊന്ന് കട്ട് ഓഫ് ചെയ്യാറുണ്ട് കുറെ അവരുടെ പൊളിറ്റിക്കൽ അജണ്ട കാരണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ദിവ്യ മിട്ടാൽ ഉത്തർപ്രദേശ് വെച്ച് ഷീ സോൾവ് എ 75-year-old വാട്ടർ ക്രൈസിസ്. അതിനെ ഒരു ഗാർലൻഡ് കൊടുത്തുകൊണ്ടല്ല അതിനെ സ്വീകരിച്ചത്. അതിന് പകരം ആ മാമിന് ഒരു ട്രാൻസ്ഫർ കൊടുത്തു, ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തുകൊണ്ടാണ് അവിടുത്തെ ആ ഗവൺമെന്റ് അതിന് റെസ്പോണ്ട് ചെയ്തു. ഈ പ്രൊക്ലമേഷനെ തന്നെ തടയിടുന്ന രീതിയിൽ അതൊരു മാരകമായ തെറ്റാണ് എന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു സെക്യുലറിസം ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണാൻ സാധിക്കും. നമ്മൾ സെക്യുലറിസ്റ്റിക് ആണ്, ബുദ്ധിയുള്ളവരാണ്, ഒരിക്കലും വിശ്വാസമേറ്റി പറയുന്നവരായി അല്ലെങ്കിൽ അത് പ്രൊക്ലെയിം ചെയ്യുന്നവരായിട്ട് മാറാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ബീങ് എ ക്രിസ്ത്യൻ സിവിൽ സർവന്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഫെയ്ത്ത് പ്രൊക്ലമേഷനും അല്ലെങ്കിൽ ഈ സെക്യുലറിസവും ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം അത് പോസിബിൾ ആണ്? ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റില് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും, എല്ലാ വിശ്വാസത്തിലുള്ളവരും, പല പൊളിറ്റിക്സിലുള്ളവരും, പല ബാക്ക്ഗ്രൗണ്ടിലുള്ളവരുണ്ട്. തീർച്ചയാണ് എല്ലാം കുഴപ്പമാണ് എന്നൊക്കെ പറയുന്ന, ഒന്നും ശരിയാകില്ല എന്ന് പറയുന്ന ആളുകളുടെ മധ്യേ പ്രതീക്ഷയുടെ ചില തിരുനാളങ്ങളാണ് ഇങ്ങനെയുള്ള ചില പുരോഗതിയെ ദൈവത്തിൽ സ്ഥിതിക്കുകയാണ്. ഏറെ സ്നേഹവും ആദരവും. As we transition into the and planning phase of our conference, let us proceed with prayerful minds. നിന്നോ എല്ലാവരും ഒരു വീഡിയോ വെക്കാം. States are interacting emotions നമ്മുടെ മുന്നിൽ listen to them. We cannot do everything.
എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരെ കേൾക്കുക, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ കണക്ട് ചെയ്ത് കൊടുക്കുക. ആരാണ് ഇന്റർനാഷണൽ ചെയ്യേണ്ടത്? അപ്പൊ ഇതെല്ലാം സബ് കളക്ടറിന്റെ ഓഫീസ് അറിയത്തില്ല. പള്ളിയില് പെരുന്തമണ്ണയില് ഞാൻ ശരിയായിട്ട് പറയുന്നില്ല. Delegates 6,41,328. Good expenses 16,81,525. Sound and lighting 9,79,400. Honorarium and travel expenses 1.76 lakhs. Live streaming photography 64,500. These are all the major expenses. Total expenses is 38,81,547, balance 9,760. I request to this. No, accounts passakamല്ലോ. Yeah. Yes. കഴിഞ്ഞ വർഷത്തെ Say yes. റിപ്പോർട്ട് Yes. കണക്ക് Thank you. അവതരിപ്പിക്കുന്നു, Yeah. പാസ്സാക്കുന്നു. ബാലൻസ് 9,000 അക്കൗണ്ടിൽ തന്നെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ അടുത്തത് സെലക്ഷൻ ഓഫ് വെന്യൂ ഫോർ ദ നെക്സ്റ്റ് കോൺഫറൻസ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഡൽഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലെ നമ്മുടെ മുദ്രാസന എപ്പിസ്കോപ്പ പറയുന്നൊരു പേരുണ്ട്, എനിക്ക് വല്ലതും പറയാനുണ്ട്. അതെ, ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തോളാന്ന് പറഞ്ഞു. Okay, thank you. So 2027 conference will be at New Delhi, the capital of India. ഇത് election of മണ്ഡലം representatives ആണ്. മർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസ് റെസല്യൂഷൻ പ്രമേയം അവതരിപ്പിക്കുകയാണ്. 114 സ്റ്റുഡൻസ് കോൺഫറൻസിൽ അവതരിപ്പിക്കുന്ന പ്രമേയം അവതാരകൻ ആരോൺ സി എബ്രഹാം, മന്ദബുദ്ധിമതയിൽ മാത്രമായ ഇടവക റാന്നി നിലയ്ക്കൽ മദ്രാസ്. അനുവാദകൻ ആരോൺ വിനോദ്, റാന്നി നിലയ്ക്കൽ മാത്രമായ ഇടവക റാന്നി നിലയ്ക്കൽ മദ്രാസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസ് കാലാകാലങ്ങളിലായി വിദ്യാർത്ഥികളിൽ ദിശാബോധവും ദർശനവും വളർത്തുന്നതിനും സാമൂഹികവും സാംസ്കാരികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സ്റ്റുഡൻസ് കോൺഫറൻസ് അതിന്റെ 114 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നവലോകത്തെ ഉൾക്കൊണ്ട് പുതിയ കാലത്തിന്റെ ദർശനങ്ങളും ആവശ്യങ്ങളും മാറ്റങ്ങളും ഉൾക്കൊണ്ട് മുൻപോട്ട് യാത്ര തുടരണം എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ചുറ്റും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് സഹായങ്ങൾ തേടുന്നുണ്ട്. ആയതിനാൽ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ വരവിന്റെ 1% കോൺഫറൻസ് നടത്തപ്പെടുന്ന സെന്ററിലോ സമീപ പ്രദേശങ്ങളിലോ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ സഹായ പ്രവർത്തനം നടത്തണം എന്ന് ഈ സ്റ്റുഡൻസ് കോൺഫറൻസിലൂടെ നിർദ്ദേശിക്കുന്നു. ഇതിലൂടെ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ സാമൂഹിക ബോധവും സാമൂഹിക പ്രവർത്തന മനോഭാവവും വളർത്തുന്നതിനും ഇടയാകും. ഈ വിദ്യാഭ്യാസ ചാരിറ്റി പ്രവർത്തനം മാതൃകാപരമായി തീരണം എന്ന് ഈ സ്റ്റുഡൻസ് കോൺഫറൻസ് പ്രമേയത്തിലൂടെ അവതരിപ്പിക്കുന്നു. താങ്ക് യു.
ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഞാൻ അവതരിപ്പിക്കാനായിട്ട് അനുവാദം കൊടുത്തു. എന്നാൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളില് അതിന്റെ ക്രമീകരണങ്ങള് ലോക്കൽ കോളേജ് ആയാലും ഡയാലിസിസ് ആയാലും സെന്റർ ആയാലും അവർ ഏറ്റെടുത്ത് നടത്തുന്ന പതിവാണ് നമുക്കുള്ളത്. അവിടെ ആ ലോക്കലായിട്ട് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സാമ്പത്തികം എങ്ങനെ വിനിയോഗിക്കണം എന്നത് അവര് സാധാരണ തീരുമാനിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ആ ഒരു കോൺഫറൻസിന് ഓർമ്മിക്കത്തക്ക രീതിയിൽ ഒരു നല്ല ഓർമ്മ നിലനിൽക്കത്തക്ക രീതിയിൽ ഓരോ പ്രസ്ഥാനങ്ങള് എനിക്ക് ഈ കോൺഫറൻസിന്റെ ബിസിനസ് സെഷനിൽ ഒരു ചെറിയ നിർദ്ദേശമായിട്ടാണ് വെക്കാനായിട്ട് ഉള്ളത്. അത് ഈ സെഷനും അല്ലെങ്കിൽ ഇനി വരുന്ന സെഷനുകളുള്ളത് പരിഗണിക്കണമെന്നുള്ള ഒരു അപേക്ഷയാണുള്ളത്. അത് മണ്ഡല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മുടെ സഭയുടെ ഇടവകകളിൽ മണ്ഡലത്തിൽ റൊട്ടേഷൻ ഉണ്ട്, അതായത് വനിതകൾക്ക് സംവരണം നൽകുന്ന ഒരു പതിവ് ഉണ്ട്. എന്നാൽ സ്റ്റുഡൻസ് കോൺഫറൻസിലോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളിൽ നിന്നോ അങ്ങനെ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന ഒരു പതിവ് ഇല്ല. നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു പതിവ് പരിശോധിച്ചാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ സഭയിൽ ഒത്തിരിയധികം വിപ്ലവകരമായ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന വളരെ നവോത്ഥാനപരമായ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസ്. മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസ് ഒന്നുകിൽ അത് ഇനി വരുന്ന ഒരു ഇലക്ഷനിൽ തുടങ്ങി വെക്കുക, അല്ലെങ്കിൽ അടുത്ത മണ്ഡലം ഇലക്ഷന്റെ ആകുമ്പോഴെങ്കിലും ഈ സംഘടനകൾക്കും കൂടെ റൊട്ടേഷൻ നൽകുന്ന ഒരു ക്രമത്തിലേക്ക് മാറുന്നത് സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഒരു ഇനിഷ്യേറ്റീവായി എക്കാലവും പരിഗണിക്കപ്പെടുമെന്നുള്ള ഒരു വിനീതമായ അഭിപ്രായം ഈ ബിസിനസ് സെഷനിൽ അവർ പ്രത്യേകിച്ച് ഡോക്ടർ ജോസഫ് മാർത്തോമ ഓഡിറ്റോറിയം സെന്റ് തോമസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുക്കോലക്കൽ വെച്ച് നടത്തപ്പെട്ടു. ഉപരക്ഷാധികാരി റൈറ്റ് ഡോക്ടർ ഐസക് മാർ ഫീലിക്സ് എപ്പിസ്കോപ്പ തിരുമേനിയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. തിരുമേനിമാരായ റൈറ്റ് ഡോക്ടർ ഗ്രിഗോറിയസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ റൈറ്റ് കൈമാറുവാൻ അധ്യക്ഷൻ നിർദ്ദേശിച്ചു. അജണ്ട 2 115 കോൺഫറൻസ് ഡൽഹി മദ്രാസിൽ വെച്ച് നടത്തുവാൻ 113 കോൺഫറൻസ് ഇവിടെ വോട്ട് ഓഫ് താങ്ക്സ് ആശിഷ്. ഉണ്ടായിരിക്കട്ടെ. ഈ ബിസിനസ് സെഷനില് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യം. മറ്റ് ആമുഖ വാക്കുകളൊന്നും ഇല്ലാതെ ഞാൻ എന്റെ നന്ദി പ്രകാശനത്തിലേക്ക് കടന്നു വന്നിട്ട് ഇന്ന് ഈ ബിസിനസ് സെഷന് അധ്യക്ഷ പദവിയിലിരിക്കുന്നത് ഇവിടെ കോൺഫറൻസിന്റെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന അമേരിക്ക റൈറ്റർ ഡോക്ടർ ഐസക് മാർ ഫീലിക്സ് എപ്പിസ്കോപ്പ തിരുമേനിയാണ്. തിരുമേനി നമുക്ക് ഈ നാളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് 114ാമത് മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിന് ധന്യമായ നേതൃത്വം ഈ നാളിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ഐസക് മാർ ഫീലിക്സ് തിരുമേനിയോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. എനിക്ക് മണ്ഡലാംഗമായിട്ട് ഇരിക്കാനായിട്ട് ദൈവം ഇടയാക്കി. നിങ്ങളെ തന്നെ ബലമേൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ നിറവേറ്റുമെന്ന് 100% അവകാശപ്പെടുന്നില്ലെങ്കിലും എന്റെ കഴിവിന്റെ പരമാവധി നിങ്ങളെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്ന സ്നേഹത്തിന് കരുതലിന്റെ കൂട്ടായ്മയ്ക്ക് എല്ലാത്തിനുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാവരോടുള്ള നന്ദി. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ മനോഹരമായ ദിവസം ഞങ്ങൾക്ക് 114ാമത് സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായി ഈ ബിസിനസ് സെഷനിൽ പങ്കുചേരുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. 113ാമത് സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ
അനുഗ്രഹീതമായ നടത്തിപ്പിനെ ഞങ്ങൾ വീണ്ടും ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളിലൂടെയുള്ള ദൈവജനം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതയാത്ര നിന്നോട് ചേർന്ന് തുടരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. സർവ്വവഴികളെ യാചിക്കുന്നു തായോടെ കരുതണം. ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നാം എല്ലാവരുടെയും നമ്മുടെ എല്ലാ ബോധങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതാകട്ടെ. 5 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങളുടെ തിരുവല്ല മാർത്തോമ കോളേജിലെ ഞങ്ങളുടെ അഞ്ജു സൂസൻ ബൈജു അല്ലേ, നമ്മുടെ കൊട്ടാരക്കര ചെങ്കുളം ഇമ്മാനുവൽ മാർത്തോമ ഇടവാംഗമാണ്. യുവനസഖ്യത്തിലും സൺഡേ സ്കൂളിലും ഒക്കെ വളരെ സജീവമാണ്. കോളേജ് പരീക്ഷ ഉണ്ടായിരുന്നല്ലേ? അതുകൊണ്ട് തിരുവല്ല മാർത്തോമ കോളേജിൽ കെമിസ്ട്രിയോ ബോട്ടണിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇവരെ വലിയ തകർപ്പൻ. കഴിഞ്ഞ വർഷം ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി പ്രാവശ്യം വന്നില്ലയോ? അമ്മു അവിടെ ചെങ്കുളം യുവനസഖ്യത്തിന്റെ ലേഡി സെക്രട്ടറിയോ ജോയിന്റ് സെക്രട്ടറി ഒക്കെയാണ്. ഇവരുടെ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ സ്ഥിരം കാണുന്നതാണ്. എന്തെങ്കിലും പറയാനുണ്ടോ യൂത്ത്സിനെ പറ്റി? ജെൻസി എല്ലാം നല്ലവരല്ലേ? ഞങ്ങളൊക്കെ നല്ലവരല്ലേ? പിന്നെ ആരാ പ്രശ്നക്കാര്? അവിടെ നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം. ഒരു ഏത് ക്ലാസ്, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഡിഗ്രിയാണോ? ഡിഗ്രി കഴിഞ്ഞു. എവിടാ വീട്? മേക്കുഴൂർ. എവിടെ ആയിട്ട്? അതിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പറ. റാന്നി എനിക്കറിയാം. ഏതായിരുന്നു സബ്ജക്ട്? ഏതായിരുന്നു? സൈക്കോളജി. ഇനി എന്തോ പരിപാടി? PG സൈക്കോളജി. UPSC എഴുതുന്നോ? ദൈവം ഹിതമാണെങ്കിൽ ഞാൻ എഴുതും. ശ്രീജ മാഡം ഒക്കെ ആയ പോലെ IAS കാരിയായിട്ട് വാ. ഗോഡ് ബ്ലസ് യു. ഓക്കെ, ചിരിച്ചോ, സ്മൈൽ. ഓക്കെ. നമ്മുടെ തിരുവല്ല മാർത്തോമ കോളേജിൽ രാവിലെ 2 പേരെ പരിചയപ്പെട്ടതാണ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വന്നു. പറഞ്ഞോ, പേര് പറഞ്ഞോ. എന്റെ പേര് സെബിൻ സെബാസ്റ്റ്യൻ. ഏതാ സബ്ജക്ട്? BA പൊളിറ്റിക്കൽ സയൻസ്. യെസ്. BSc സോളജി. BSc സോളജി. പറഞ്ഞോ കുഞ്ഞ്. ഒന്നുകൂടെ പറഞ്ഞോ, കുഴപ്പമില്ല. എന്തോ പഠിക്കുന്നേ? +2-നാണ്. PG മാത്തമാറ്റിക്സ്. PG മാത്തമാറ്റിക്സ് മാർത്തോമ കോളേജിലാ. അപ്പൊ എന്റെ കോളേജിലാണ്. അതുകൊണ്ട് ഇവരെല്ലാം ഇന്ന് വന്ന് ജോയിൻ ചെയ്തു. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വൈബ്രന്റ് യങ്സ്റ്റേഴ്സ് ആണ്. പേരൊക്കെ ഒന്ന് പറഞ്ഞു കേൾക്കുന്നത്. എന്റെ പേര് ജിതിൻ. ഞാൻ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലാണ്. കാതലീരി കോളേജ് പഠിച്ച് ഇപ്പൊ ഇറങ്ങി. കോളേജ് ഡിഗ്രി കഴിഞ്ഞു. PG മൈക്രോബയോളജി ആയിരുന്നു. ഫിസിക്സ്. എന്റെ പേര് മെൽവിൻ. SB കോളേജ് ചങ്ങനാശ്ശേരി. ഫിസിക്സ് പഠിക്കുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെന്റ് ബർഗ്മൻസ് കോളേജിലാണ്. കുട്ടികളുടെ പേര് പറഞ്ഞോളൂ. എന്റെ പേര് അനീഷ. ഞാൻ +2 പാസ് ഔട്ട് ആയി. എവിടാ സ്ഥലം? അക്കാദമി. ഓക്കെ, വെരി ഗുഡ്. ഡൈനിങ് ഹാളിൽ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടോ. പറഞ്ഞോ, പേര് പറഞ്ഞോ. ബ്ലസ്സി. എവിടുന്നാ വരുന്നത്? ഇരവിപേരൂർ. ഞങ്ങളുടെ എബിജിത്ത് പാറയിലിന്റെ ഒക്കെ പള്ളിയാണ് ഇരവിപേരൂർ. വളരെ പ്രസിദ്ധമായ പള്ളിയാണ് അല്ലേ? ഓക്കെ. എന്ത് ചെയ്യുവാ? എവിടായിരുന്നു? അസംഷനിലായിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ പേര്. എന്റെ പേര് ജോബ്. എന്തെടുക്കുവാ? ഇപ്പൊ BBA കഴിഞ്ഞു. ഏത് പള്ളിയാ? പുലിയൂർ സെന്റ് തോമസ്. പറഞ്ഞോ. ആരോൺ. എന്തെടുക്കുവാ? തിരുവല്ലയിലാണ്. മാക്ഫാസ്റ്റിലാണ്. യെസ്, വെരി ഗുഡ്. അങ്ങനെ കൂടുതൽ ഫ്രണ്ട്സിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെടുക്കുവാ? LLB. എവിടെ? എറണാകുളം ലോ കോളേജിലാണോ? വെരി ഗുഡ്. നമുക്ക് ഭാവിയിൽ ഒരു നല്ല വക്കീലും ജഡ്ജിയും ഒക്കെ ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ സ്റ്റുഡന്റ് സെക്രട്ടറി ഇവിടെ ഉണ്ട്. അതും ഒരു LLB സ്റ്റുഡന്റ് ആണ്. പേരൊക്കെ ഒന്ന് ഫുൾ നെയിം എന്ന് പറഞ്ഞ് എല്ലാവരും കേൾക്കട്ടെ. എന്റെ പേര് ആൻസി. ഞാൻ ഫൈനൽ ഇയർ LLB സ്റ്റുഡന്റ് ആണ്. ഓക്കെ. നമുക്ക് ഒത്തിരി വക്കീലന്മാരും നിയമജ്ഞരും നല്ലൊരു സുപ്രീം കോടതി ജഡ്ജിയൊക്കെ ആയിട്ട് വരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. നല്ല ലീഡർഷിപ്പ് ഒക്കെയാണ് കൊടുക്കുന്നത്. പറഞ്ഞോളൂ പേര്. എന്റെ പേര് ബേബി. ഞാൻ കുന്തല മാർത്തോമ +2 കഴിഞ്ഞേ ഉള്ളൂ. ഉറക്കം. ശ്രേയ. എന്തെടുക്കുവാ? ഏത് പള്ളിയാ? ഇവനെ നമ്മള് രാവിലെ കണ്ടത്. രാവിലെ വേണ്ടിയതാ. ഇനിയില്ല. സോജോ. ഞാൻ ബികോം കഴിഞ്ഞിരിക്കുവാണ്. ഏത് പള്ളിയാ? കുന്തല മാർത്തോമ. ജോസ്.
എന്തോട് പോവാ? എന്റെ പേര് റയ, ഓതറ സെന്റ് പോൾസിൽ നിന്നാണ്. സെക്കൻഡ്. നമ്മുടെ യങ് ഫ്രണ്ട്സ്, വൈബ്രന്റ് ഫ്രണ്ട്സ് ആർ സോ നമ്മുടെ തിരുവനന്തപുരം സെന്ററിലെ ഹോസ്റ്റ് സെന്ററിലെ നല്ല അടിപൊളി യങ് വൈബ്രന്റ് ദേ ആർ doing everything to make this a wonderful success. അതുകൊണ്ട് പേര് പറഞ്ഞു എളുപ്പുന്നു. ട്രിവാൻഡ്രം പള്ളിയുടെ പേര് പറഞ്ഞു. പള്ളിയുടെ പേര് പരുത്തിപ്പാറ. ഓക്കെ, പരുത്തിപ്പാറ. പറഞ്ഞതാണ്. അതുകൊണ്ട് ശരിക്കും മാർത്തോമാ സഭ അഭിമാനത്തോടെ നിങ്ങളെ കാണുന്നുണ്ട്. ഇത്രയും പേരൊക്കെ സംഘടിച്ച് ഇത് നല്ല അടിപൊളി ഒരു സക്സസ് ആയി. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ വി ആർ പ്രൗഡ് ഓഫ് യു. ഓക്കെ, വണ്ടർഫുൾ. എത്രല്ല പഠിക്കുക? എന്തോ പഠിക്കുവാ? കംപ്ലീറ്റ് കഴിഞ്ഞു. ഏത് പള്ളിയാ? കർമ്മേൽ. എവിടാ സ്ഥലം? പുനലൂർ. പറഞ്ഞു. എന്റെ പേര് സോജി. ഞാൻ പുനലൂർ സെന്റ് തോമസ് ആന്ധ്രയില് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. എന്റെ പേര് സോന എം സ്റ്റീഫൻ. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ കർമ്മ വർത്തോമസ്. ഓക്കെ, ഇത് ഞങ്ങളുടെ 5 വാണിപ്പോ ഞങ്ങള് കണ്ട് എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ശരി, കൂടുതൽ ഫ്രണ്ട്സിനെ കാണുന്നു. താങ്ക് യു. കോൺഫറൻസ് വിസിറ്റ് ചെയ്യാൻ 2 സഹോദരിമാര് വന്നിട്ടുണ്ട്. പേരെന്ന് പറയുമോ? എന്റെ പേര് ആയുരി. ഇവിടെ ഏത് പള്ളിയാ? എന്റെ സ്ഥലം പത്തനംതിട്ട സിയോത്തോട് 3 സിയോൻ മാർത്തോമ. ഓക്കെ. എന്റെ പേര് ജോജി. ഞാൻ വട്ടിയൂർക്കാവ് സെന്റ് പോൾസ് മാർത്തോമ. മോളെ പേരോടെ പറഞ്ഞു. എന്റെ പേര് ശിവ. ഞാൻ പാട്ടൂർ പള്ളി ഇവിടെ തന്നെ. ഓർഗനൈസിംഗ് കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ്. വെരി ഗുഡ്. അടിപൊളി. എൽന എവിടാ വീട്? തിരുവല്ല. എന്തോട് പോവാ? വാട്ടാറി എവിടാ? ഏതാ? പറഞ്ഞു, പേര് പറഞ്ഞു. എന്റെ പേര് മേഘ. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. എന്റെ പള്ളി കാവുമ്പ്ര സെന്റ് തോമസ്. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ. എവിടാ? സെന്റ് തെരേസസ് എറണാകുളം. ഏതാ സബ്ജക്ട്? ബികോം വിത്ത് ACC. ഓക്കെ, വെരി ഗുഡ്. സോ നല്ല കുട്ടികളാണ്. എവിടുന്ന? ഏത് പള്ളിന്നാ വരുന്നേ? പാറ്റൂരാണ്. എന്തോട് പോവാ? ട്രിവാൻഡ്രത്താണ് പഠിക്കുന്നത്. എവിടാ? മാറിവാനേശ്വരാണ്. എന്തോ പഠിക്കുന്നത്? ഇനി എന്തോ പഠിക്കാനാണ്? ഓക്കെ, വെരി ഗുഡ്. സെന്റ് തോമസ് സ്കൂളിൽ നല്ലൊരു അടിപൊളി ക്യാമ്പസ് ആണ്. ഇതിനകത്ത് തന്നെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട്. അങ്ങനെ ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ്, ഹബ് ഓഫ് educational institutions. So this is Marthoma Students Conference. ഞാൻ ലീസ. പള്ളി എന്തോ പഠിക്കുവോ? 12 കഴിഞ്ഞു. ഞാൻ അക്സ, പരുത്തിപ്പാറ, ട്രിവാൻഡ്രം. +2 കഴിഞ്ഞു. ഞാൻ ജഹാന, കൊല്ലം സെന്റ് ജോൺസ് പള്ളിയില്. പള്ളിയിലാണോ? അല്ലല്ല, സെന്റ് ജോൺസ്. എന്തോ എടുക്കുവാ? അപ്പൊ നല്ല വൈബ്രന്റ് യങ്സ്റ്റേഴ്സ് ആണ്. സഭയുടെ ഭാവിയാണ്. ദൈവം അനുഗ്രഹിക്കും. മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. നമ്മളുടെ ഈ വർഷത്തെ പ്രസിഡന്റ് പാട്രൺ തിരുമേനിയുണ്ട്. എല്ലാം ഭംഗിയായിട്ട് നടന്ന തിരുമേനി. വളരെ ഞങ്ങളുടെ എല്ലാ സ്നേഹവും ഒക്കെ ഞങ്ങൾ അറിയിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ യങ്സ്റ്റേഴ്സിനെ അവിടെ? ഇല്ല, എല്ലാം ഭംഗിയായിട്ട് പോയി. എല്ലാ ദിവസവും തൃപ്തരാണ്, സന്തുഷ്ടരാണ്. അതെ, തീർച്ചയായിട്ടും വെൽ ഓർഗനൈസ്ഡ് ആണ്. ഞങ്ങൾക്ക് അത് ഓരോ നിമിഷവും ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് പിന്നെ വലിയൊരു എഫേർട്ട് ഉണ്ട്. തിരുമേനി അതിന് ചുക്കാൻ പിടിച്ചത് പ്രത്യേകം ഞങ്ങളുടെ എല്ലാം സ്നേഹം അറിയിക്കുന്നു. അടുത്ത വർഷത്തെ ചുക്കാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ചലഞ്ചായിട്ട് കാണുന്നോ അവസരമായിട്ട് കാണുന്നോ? അടുത്ത വർഷം പറയാം. ഞങ്ങളെല്ലാം വരും, മേടിക്കണ്ട. ഡൽഹി യാത്രയായിരിക്കും പ്രശ്നം അല്ലേ? 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും, 4 ദിവസം അങ്ങനെ ഒരു പ്രശ്നം വരും. ബിഷപ്പുമാരും കൊണ്ട് ഞങ്ങളുടെ ഈ കോൺഫറൻസിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ബിഷപ്പുമാര് നമ്മുടെ അടുത്ത് എപ്പോഴും സംസാരിക്കാനും ഒക്കെ അവൈലബിൾ ആണ്. താങ്ക് യു വെരി മച്ച്. അച്ഛന്മാരും എല്ലാം നല്ല നേതൃത്വം നൽകുന്ന ബൈബിൾ സ്റ്റഡി 2 ദിവസം എടുത്ത അച്ഛന്മാരാണ്. എല്ലാം സഭയുടെ നല്ല ഒരു നിമിഷങ്ങളാണ്. താങ്ക് യു വെരി മച്ച്. സോ ഈ മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസ് ഇപ്പം 1910 ആരംഭിച്ചതാണ്. 114ാമത് സെഷനാണ് നിൽക്കുന്നത്. അപ്പം മാർത്തോമ സഭയിലെ ഏറ്റവും വലിയ പരമാധികാരിക ബോഡിയായ മാർത്തോമ സഭ പ്രതിനിധി മണ്ഡലം ഏകദേശം 1500 മെമ്പേഴ്സൊക്കെ ഉള്ളതാണ്. ഓരോ ഇടവകയിൽ നിന്ന് ഓരോരുത്തരാണ്. അംഗീകൃത സംഘടനകളിൽ നിന്നും മെമ്പറുണ്ട്. അങ്ങനെ മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിൽ നിന്നും എല്ലാ 3 വർഷം കൂടുമ്പോഴും
ഒരു മണ്ഡലം റെപ്രസെൻറ്റേറ്റീവ് എടുക്കുകയാണ്. ഈ വർഷം ആയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജെഫി എം യേശുദാസനാണ്. മാർത്തോമാ സഭയിലെ യേശുദാസൻ അച്ഛന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ ജെറി ടി യേശുദാസൻ അല്ലേ? യേശുദാസൻ. അദ്ദേഹം മാർത്തോമാ യൂണിസെക്കത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഞങ്ങള് വർഷങ്ങളായിട്ടുള്ള സ്നേഹബന്ധമാണ്. അച്ഛനുമായിട്ട് നല്ല ബന്ധമുണ്ട്. എന്ത് ചെയ്യുവാ? ചെയ്യുവാണ് NSS കോളേജിൽ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എങ്ങനെ കാണുന്നു ഈ ഉത്തരവാദിത്വത്തെ? വളരെ എന്താ പറയാ, അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അതുപോലെ തന്നെ തമ്പുരാൻ തെരഞ്ഞെടുത്താണെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. അതുപോലെ ഇതൊരു സംഘടനയാണ്. അപ്പോൾ സംഘടന എന്നുള്ള പ്രകൃതിയായി വരുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. കൂടുതൽ ബോധ്യത്തോടെയും കൂടുതൽ ദീർഘവീക്ഷണത്തോടെയും പല കാര്യങ്ങളിലും ഇടപെടണമെന്ന് നല്ല ബോധ്യത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. തുടർന്നുള്ള നാളുകളിൽ എങ്ങനെയാണ് എന്താവുന്നു അറിയത്തില്ല. നമ്മൾ പലപ്പോഴും യുവജനങ്ങളൊക്കെ കൊള്ളത്തില്ലെന്നൊക്കെ പറയുമ്പോഴും ഞാൻ കാണുന്ന യുവജനങ്ങളെല്ലാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഇതുപോലുള്ള നല്ല തേജസ്സുള്ള നല്ല യങ്സ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാർത്തോമാ സഭയുടെ പ്രതിനിധി മണ്ഡലത്തിൽ താങ്കൾക്ക് ഒത്തിരി പറയുവാനുണ്ട്. മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിനെ, മാർത്തോമാ സഭയിലെ കുട്ടികളെ, കോളേജ് വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്നതാണ്. നല്ലൊരു ഉത്തരവാദിത്വമാണ്. ദൈവം ശക്തി നൽകട്ടെ, പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഓക്കെ. വരുന്നത് റാന്നി ബൈക്കം മർത്തോമ. എന്തോ ചെയ്യുവാ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എവിടെന്നായിരുന്നു? കോട്ടയത്തായിരുന്നു. എന്റെ പേര് ജോസ്ന. ഞാൻ പുരുഷമല ബദായിരുന്നു സ്കൂൾ ടീച്ചറായിട്ട്. വെരി ഗുഡ്. ഏത് സ്കൂളിലാണ്? തിരുവല്ല കറ്റോടൊരു ELPS. ഓക്കെ, പറഞ്ഞു. എന്റെ പേര് ക്രിസ്ലിൻ. ഞാൻ പഴവങ്ങാടിക്കര എമ്മാനുവൽ മർത്തോമാ ചർച്ച് റാന്നി വരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. എന്തുവായിരുന്നു ഡിഗ്രി സബ്ജക്ട്? എവിടാ പഠിച്ചത്? കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലാണോ പഠിച്ചത്? എന്റെ ഫാദർ 30 വർഷം പഠിപ്പിച്ച കോളേജാണ്. കൊമേഴ്സിന്റെ ഹെഡൊക്കെ ആയിരുന്നു. ഓക്കെ, അടുത്ത ഒരു നല്ല ഒരു ചെറുപ്പക്കാരിയാണ്. പറഞ്ഞോ മോളെ, പേരെന്തോ? എന്റെ പേര് നീതു എബ്രഹാം. ഞാൻ ചെങ്ങന്നൂർ വലിയ ഫാമിലിന്റെ മെമ്പറാണ്. അങ്ങനെ ഇപ്പൊ മാർവി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ലോ സ്റ്റുഡന്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ. നേതാവായ പോൾ ജേക്കബ് അച്ഛൻ ഇപ്പോൾ ഇന്ന് വന്ന് ഭംഗിയായിട്ട് റിപ്പോർട്ടൊക്കെ പാസ്സാക്കി എല്ലാം അടിപൊളിയായിട്ട്. ഇതെല്ലാ ദിവസവും എടുക്കുന്നു, ഒന്നും വരുന്നില്ല. ആര് പറഞ്ഞു? ആ ഗ്രൂപ്പിലിടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ 115 നമുക്ക് ഡൽഹി കാണാം. നമുക്ക് ഡൽഹി വെച്ച് കാണാം. എല്ലാവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് സ്പോൺസർ. ഡൽഹി കാണാം. എല്ലാ ഗ്രൂപ്പിലും ഇടുന്നു. പുള്ളി നമുക്കിട്ട് താങ്ങുമല്ലേ. വീട്ടത്തെ വർഷിപ്പാണ്, സന്ധ്യക്കുള്ള ആരാധന. പാദത്തിൽ ആയതോത്താടി പാടിയുന്നു ഞാൻ. ചേർത്താണൂനിൻ പാദത്തിൽ ആയതോത്താടി പാടിയുന്നു ഞാൻ. പക്ഷികൾ മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. തുറക്കണമേ. ജീവൻ നൽകണമേ. നിൻ സുവിശേഷത്തിൽ
Meet the bishops. നമ്മുടെ തിരുമേനിമാരുമായിട്ട് അർത്ഥപൂർണമായിട്ട് സംവാദം നടത്താനുള്ള നിർവഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. എല്ലാ ബിഷപ്സും ഇവിടെ ഇല്ല, ഞങ്ങൾ 4 പേര് ഉണ്ട്. ബാക്കി തിരുമേനിമാരെല്ലാം നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ കുറെ പേരെങ്കിലുമൊക്കെ കണ്ടു. പ്രഥമ സഭയിലെ തിരുമേനിമാരുമായിട്ടുള്ളതായ അഭേദ്യമായ ബന്ധം കാസൂക്ഷിക്കുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് കോൺഫറൻസിൽ നല്ലൊരു അവസരം ലഭിക്കുന്നുണ്ട്. മറ്റ് കോൺഫറൻസുകളിൽ എല്ലാ തിരുമേനിമാരും ഇതേമാതിരി ആദ്യാവസാനം പങ്കെടുക്കുക വളരെ ചുരുക്കമാണ്. ഭദ്രാസന ബിഷപ്പോ അല്ലെങ്കിൽ മെത്രാപ്പൊലീത്തയോ ആരെങ്കിലും ഇങ്ങനെ 1-2 പേര് അതിൽ കൂടുതൽ സാധാരണ പങ്കെടുക്കാറില്ല. എന്നാൽ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ പ്രത്യേകത എല്ലാ തിരുമേനിമാരും ഇവിടെ വരികയും സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെടുകയും അവോളം ഈ കോൺഫറൻസിന് മേൽപ്പട്ടക്കാർ പലപ്പോഴും നേതൃത്വം നൽകാറുണ്ട്. എന്നാൽ മിന്നുകെട്ടിന്റെ സമയത്ത് മേൽപ്പട്ടക്കാരന് പകരം പട്ടക്കാരൻ മിന്നു പിടിച്ചു നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന് കാരണം? ദൈവശാസ്ത്രമായ കാര്യങ്ങൾ മൂലമാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഐവിൻ ബിജു തോമസ്, ചണ്ണപ്പെട്ട ബദനി മർത്തോമ ഇടവക. ഓരോരുത്തരെങ്കിലും മാറി മാറി ഇതിന്റെ ആൻസർ പറയും. ഇത് ഞാൻ ആദ്യം തുടങ്ങാം, പിന്നീട് ബാക്കിയുള്ള തിരുമേനിമാർ പറയും ഓരോ ചോദ്യങ്ങൾക്ക്. നമ്മുടെ കല്യാണ സമയത്ത് മാരേജ് കൂദാശ നടക്കുമ്പോൾ മിന്നു കിട്ടുന്ന സമയത്ത് സാധാരണയായിട്ട് പട്ടക്കാരാണ് നിർവഹിക്കുന്നത്. നമ്മുടെ ബിഷപ്പുമാരത് ചെയ്യാറായിട്ടില്ല. ഇതിന് പ്രധാന കാരണം മിന്നുകെട്ട് എന്നുള്ളത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നാം സ്വീകരിച്ചിരിക്കുന്ന ഒന്നാണ്. വേദപുസ്തകപരമായിട്ട് ആ രീതിയിൽ അല്ലെങ്കിൽ സഭാ പാരമ്പര്യം അനുസരിച്ച് ആ രീതിയിൽ നമുക്കൊരു ക്രമീകരണമില്ല. എന്നാൽ ഓരോ സംസ്കാരത്തിന്റെ ആ ഒരു സവിശേഷത മനസ്സിലാക്കി നമുക്ക് സ്വീകരിക്കാവുന്ന നല്ല കാര്യങ്ങൾ സ്വീകരിച്ച് നിർവഹിക്കുക എന്നുള്ളതാണ് സഭ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഭാരത സംസ്കാരത്തിലും കേരളത്തിലൊക്കെ ഈ മിന്നുകെട്ട് എന്നുള്ളത് മിന്നുകെട്ടും മന്ത്രകോടിയും രണ്ടും ഇതേമാതിരി ആ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ബിഷപ്പ് അത് ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിഷപ്പ് എന്ന് പറയുന്നത് സഭ ഒരു ആധികാരികത ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു സ്ഥാനമാണ്. ആസ് ആൻ ഓഫീസ് ബിഷപ്പ് ആ രീതിയിൽ അത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ബിഷപ്പ് അച്ഛന് ചെയ്യാനായിട്ട് അനുവദിച്ച് അത് നിർവഹിക്കുന്ന Especially at Maravan Convention. Though it helps with time management and the structure, it can reduce eye contact, spontaneity and the personal impact of preaching. How does the church balance structure with more interactive and heartfelt preaching? നമ്മുടെ പ്രസംഗ കലയില് പല രീതിയിൽ ആളുകൾ പ്രസംഗങ്ങൾ ചെയ്യുന്നുണ്ട്. ക്രിസ്തീയ സഭകളിൽ യുവാക്കൾ കുറയുന്ന ഈ സമയത്ത് ഇത്തരം പ്രവണതകൾ യുവജനങ്ങളെ സഭയോട് ആകർഷിക്കുകയാണോ അതോ അകറ്റുകയാണോ ചെയ്യുന്നത്? BD എൻട്രൻസിന് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തിനാന്നാണ് ചോദിച്ചത്. നല്ല ഒരു ചോദ്യമാണ്. ആയിരത്തി 1982 എന്റെ ഒരു അനുഭവം പറഞ്ഞു തന്നെ ഞാൻ ആരംഭിക്കാം. 1982 ഞാൻ കോമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വൈദിക പഠനത്തിന് വേണ്ടി ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് 3 മാസം കോമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ്ങും അതിനുശേഷം 3 മാസം പ്രാക്ടിക്കൽ വർക്ക് ഇടവകകളിൽ ഇരിക്കുന്ന
ഒരു സമയമായിരുന്നു അത്. അന്നാണ് ആദ്യമായി ഈ എൻട്രൻസ് എക്സാമിനേഷൻ ആരംഭിക്കുന്നത്. എന്റെ കൂടെ യേശു ഇന്നിപ്പോ നമ്മുടെ കൂടെ വന്നാൽ എന്താണ് യേശുവിനെ സർപ്രൈസ് ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? പാസോ? നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാകുമല്ലോ, അത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്താണ്? യേശുവിനെ ഇന്ന് യേശു അങ്ങ് സർപ്രൈസ്ഡ് ആകുന്നു. നമ്മളെല്ലാം അറിയുന്ന കർത്താവിനെ നമ്മളെ പെട്ടെന്ന് കാണുകയാണോ? നമ്മൾ സ്റ്റുഡൻസ് കോൺഫറൻസിൽ വന്ന് കർത്താവുമായിട്ട് സജീവ ബന്ധം നിലനിൽക്കുന്ന ആളുകളല്ല. അപ്പോൾ കർത്താവിനെ നമ്മളെ കാണുമ്പോൾ പ്രത്യേക സർപ്രൈസിലാകേണ്ട വല്ല കാര്യമുണ്ടോ? തോന്നുന്നുണ്ട്. സോ ഈ വരികൾ മാറ്റേണ്ടതില്ലേ? നല്ല ചോദ്യമാണ്. ഞാൻ സ്ത്രീധനം കൊടുത്തിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല. പുരുഷനാൽ കൊടുത്തൻ സ്ത്രീധനമെന്ന് അല്ലേ? സ്ത്രീധനം വാങ്ങിച്ചെന്നാണോ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീധനമെന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീയാകുന്ന ധനം. അപ്പോൾ അവിടെ മണവാട്ടിയാകുന്ന സഭയെ മണവാളനായിരുന്ന കർത്താവ് വിവാഹം ചെയ്തത് തന്നെത്താൻ കൊടുത്തിട്ടാണ്. അപ്പോൾ അവിടെ അതിന്റെ ഒരു അർത്ഥം എങ്ങനെ നമ്മൾ അതിനെ ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇപ്പോഴുള്ള വ്യത്യാസം എന്തുകൊണ്ട്? സ്ത്രീകളോടുള്ളതായ കരുതല് ധാരാളം ഇവിടെ പറയുന്നുണ്ടായിരുന്നില്ലേ? അതായത് സ്ത്രീകളെ വിലക്ക് ഒരിക്കലും സഭ മാറ്റേണ്ടില്ല. അവർ തുല്യരാണ്, എല്ലാറ്റിലും തുല്യരാണ് എന്നുള്ളതായ ആ ഒരു കാഴ്ചപ്പാടാണ് സഭയ്ക്കുള്ളത്. പ്രത്യേകിച്ച് സഭയുടെ ബിബ്ലിക്കൽ തിയോളജിക്കൽ ഫൗണ്ടേഷനിൽ സ്ത്രീകളും പുരുഷനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി പോവുകയാണ്. അത് സാമൂഹ്യ സാഹചര്യം ഇതുപോലെ ആകുന്നു, അത് ഗവൺമെന്റ് തലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സഭാ നേതൃത്വത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ വലിയൊരു ആവശ്യമാണ്. കാരണം ഓരോ നിമിഷവും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ വരുന്നത് കൊട്ടാരക്കര ഭദ്രാസനത്തിൽ നിന്നാണ്. അവിടെയാണ് പ്രായമായ മാതാപിതാക്കളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമൂഹ പോലുള്ള സ്ഥാപനങ്ങളുള്ളത്. ഇപ്പോഴും സഭ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീനിയേഴ്സ് ലിവിംഗ് ഹോം ഇതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം യുവജനങ്ങൾക്ക് ഈ നാട്ടിൽ നിൽക്കുവാനായിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും, അതിന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഇതിനായിട്ടൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മുടെ ചീഫ് സെക്രട്ടറിമാരൊക്കെ എന്റെ ഒരു ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ഒരു കാലത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് ചീഫ് സെക്രട്ടറികൾ നമ്മുടെ ഗവേണിംഗ്സിൽ ഫുൾ ഉണ്ടായിരുന്നു. ഇന്ന് സത്യത്തിൽ ഒരിടത്ത് ചെന്നാൽ പോലും നമുക്കൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെ അവകാശപ്പെടാൻ കിട്ടുന്നില്ല. സ്കോളേഴ്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മൾ അവരെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളൊരു ചോദ്യം. നമുക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ, നമുക്ക് നല്ല ഫാക്കൽറ്റീസിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അവരെ അത്തരത്തിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗങ്ങളിലേക്കൊക്കെ ചെറുപ്പക്കാർ വരിക തന്നെ ചെയ്യും. ഇനി അതല്ല, അക്കാഡമിക്സിൽ എല്ലാവർക്കും ഒരുപോലെ മുന്നോട്ട് വരാൻ പറ്റിയെന്ന് വരത്തില്ല. അവർക്ക് വ്യത്യസ്തമായ ഐഡിയാസ് ഉണ്ടാവും. ബിസിനസ് തരത്തിൽ അല്ലെങ്കിൽ നല്ല ഓണർപ്രണേഴ്സ് ആയിട്ട് വളരാൻ പറ്റുന്ന ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവരെ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ആ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു സാധ്യതയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിച്ചോളാം.
കഴിഞ്ഞ വർഷം മാർത്തോമ സഭയുടെ കർഷക അവാർഡ് ലഭിച്ച ആളാണ് ഞാൻ. ഏറെ സന്തോഷം തോന്നി സഭ ഇത്രത്തോളം എന്നെ ആദരിച്ചപ്പെടും. ഞാൻ അപ്പോൾ ചിന്തിച്ചൊരു കാര്യമാണ്, ആ വർഷം എനിക്കിത് തന്നെങ്കിൽ എനിക്ക് പുതുതായിട്ട് എന്ത് ഇന്നോവേഷൻ കൊണ്ടുവരാം എന്ന് ഞാൻ സ്വയം സാധ്യതകൾ തരികയാണ്. അതുകൊണ്ട് കുറച്ചുകൂടി എന്നോട് തന്നെ പലരും എൻക്വയറി ചെയ്യാറുണ്ട്, നിങ്ങളുടെ പ്രോഡക്ട്സ് എന്താണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. അപ്പൊ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ തന്നെ നിൽക്കണമെന്നാണ്. എന്റെ ഇടവകയിൽ 330ഓളം ഇവന്റ്സ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവര് പലപ്പോഴും വിദേശത്ത് പോയ അനേകരുണ്ട്. അവർ പറയുന്ന കാര്യമാണ്, ഇപ്പം പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളിലും പറയാണ്, അച്ഛൻ നാട്ടിൽ നിൽക്കാനൊരു സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരും പോകത്തില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സഭ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന്, നമുക്ക് ഒരു മാർക്കറ്റിംഗ് സാധ്യതകളൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ യുവജനങ്ങളുടെ നല്ല നെറ്റ്വർക്കാണ്, വേൾഡ് വൈഡ് ആണ് മാർത്തോമ ചർച്ച്. അത്തരത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കുഞ്ഞുങ്ങളെ ഓണപ്പടേഴ്സിനെ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ സഭ എന്ത് ചെയ്യും എന്നുള്ളതെന്ന് അറിഞ്ഞാൽ. താങ്ക് യു. ഒരു സ്ത്രീ ഒരു പുരുഷനെ നാക്കിയാൽ ആ ഒരു പ്രശ്നം മാറും. അതിലേക്ക് മക്കളായ ആൾക്കാരെ കയറ്റാൻ പറ്റും. ഒരാൾ കയറിയാൽ മതി, ബാക്കി അത് നടന്നോളും. ഒരാളെ കയറ്റാൻ ഭയങ്കര പാടത്തില്ല. കാരണം നടക്കുന്നില്ല. കമ്മിറ്റികളിൽ നിന്ന് കിട്ടുന്ന ഒരു ടോക്സിക് ബിഹേവിയർ അത് അവരുടെ വീട്ടുകാരെ തന്നെ വിളിച്ച് നേരിട്ട് പറയുന്ന അവസ്ഥ വരെ ഉണ്ട്. അപ്പോ അതൊന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ സോഷ്യൽ ആൻഡ് ദി സോഷ്യൽ കസ്റ്റംസ് അത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന പ്രയാസമാണ്. എന്നാൽ ഇപ്പോൾ സഭ ഇത് ആരംഭിച്ചിട്ടുണ്ട്. ഈ ആരംഭിച്ച കാര്യങ്ങൾ എന്റെ അഭിപ്രായത്തിൽ ഒരു 10 വർഷത്തിനുള്ളിൽ ഈ സ്ത്രീകൾ ആത്മായ ശുശ്രൂഷകരായിട്ടൊക്കെ മുഴുവൻ പ്രവേശിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അതിന്റെ പ്രോസസ്സിംഗിൽ വാങ്ങിച്ച ഒരു അവസരമാണ്. ഒന്ന് നമ്മുടെ ധാരണപ്രശ്നങ്ങൾ മാറണം. ധാരണപ്രശ്നം എന്ന് പറഞ്ഞാൽ കടുകട്ടിയായ ചോദ്യങ്ങളാണ്, ആരും ജയിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെ ഒരു ധ്വനി ആ ചോദ്യത്തിൽ ഒരിക്കലും അങ്ങനെയല്ല എന്ന് ദയവായിട്ട് അറിഞ്ഞിരിക്കുക. ഞങ്ങള് സെലക്ഷൻ കമ്മിറ്റി 3 വർഷം മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആദ്യം പറഞ്ഞൊരു കാര്യം, ആരെയും എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ചോദ്യങ്ങൾ പോലും സെലക്ഷൻ ടെസ്റ്റിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാർ ആ കാര്യം ശ്രദ്ധിച്ചാണ് ഇപ്പോൾ ആ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. അവർ പറയുന്നത് ജ്യേഷ്ഠോപ്പ് ലെവലിൽ ഇനിയോടെ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടികൾ അറിയുവാനുള്ള ഒരു നല്ല എവിടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ അതിനകത്ത് വരുന്നില്ലേ? അപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ മതി. മാർക്കോ മെമ്പർക്ക് തന്നെ നമ്മുടേതായിട്ട് തന്നെ ആരും കിട്ടും. നിങ്ങൾ അതിന്റെ ഫിനാൻസ് ഇതിനെക്കുറിച്ച് നോക്കണ്ട, എന്നെ അറിയിച്ചു, ഞാൻ അതിന്റെ ഇത് കണ്ടുപിടിച്ചു തരാം. പോരെ? തിരുമേനെ തടഞ്ഞു നിർത്തുവാണോ? തിരുമേനെ തടഞ്ഞു നിർത്തിയേക്കോണോ? സ്തംഭനാവസ്ഥയാണ്. തിരുമേനെ തടഞ്ഞു നിർത്തിയേക്കോണോ? കട്ട സപ്പോർട്ട് വന്നതാ. നല്ല വെരി ഗുഡ് സൈൻ. നമ്മുടെ യൂത്ത്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതൊരു നല്ല സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അങ്ങനെ പബ്ലിക്കായിട്ട് അത് പറഞ്ഞത്. സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡൊണേഷൻസിനെ. ആ ഡൊണേഷൻ അല്ലാതെ ആ സ്ഥാപനം എന്താ പറയുക, ഒരു സെൽഫ് സഫീഷ്യന്റ് ആവാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ആ സഭയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. യൂണിവേഴ്സിറ്റിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ യൂത്ത് ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം നിങ്ങൾ ആലോചിക്കാൻ പറ്റും. ഫണ്ടിനുള്ള പ്രതികരിച്ചു തുടങ്ങി. മണ്ഡലാകം മേക്കിംഗ് അസർട്ടീവ് സ്റ്റേറ്റ്മെന്റ്സ്. വെരി എല്ലാവരും ഹായ് പറഞ്ഞേ. ഹായ്. തിരുവേനിയുടെ കൂടെ നല്ല മനോഹരമായ നിമിഷങ്ങൾ. വെരി ഗുഡ്. അടിച്ചോ കിട്ടുന്നത് കിട്ടിയാ മതി. Okay, ready? Yes. 1, 2. Ready, 1. എല്ലാരും ഒരു ഹായ് പറയണേ ക്യാമറയിലോട്ടെ.
There you are. Thank you. സോ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഫുഡൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ഫുഡാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന് നല്ല സ്പെഷ്യൽ മെനു ഫോർ ഈച്ച് ഡേ. ദിസ് ഈസ് ദ ഡൈനിങ് ഹാൾ. വിശാലമായ ഡൈനിങ് ഹാളിൽ ഡെലിഗേറ്റ്സ് കാവൽ ബാലാഹവാനുണ്ട് ഇവിടെ. വെരി ഗുഡ്. അങ്ങനെ സ്റ്റുഡൻസ് ഭക്ഷണം കഴിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്തുവാ? ഇറച്ചിച്ചോറോ? വെജ് ഉണ്ടോ? വെജ് 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 ഇന്ന് സ്പെഷ്യൽ ഇറച്ചിച്ചോറെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയൊക്കെ വന്നേക്കും. ഒരു കൊച്ചുകുട്ടി വന്നേക്കുന്ന നേരം നമ്മുടെ യങ്ങസ്റ്റ് മെമ്പർ ഓഫ് ദിസ് കോൺഫറൻസ് ആണോ? വെരി ഗുഡ്. നിങ്ങളൊക്കെയാണ് ഇനി ഭാവിയിലെ ഇവിടുത്തെ ആൾക്കാര്. വെൽക്കം. നമ്മുടെ അച്ഛനുമുണ്ട്. എന്തുകൊണ്ട് അച്ഛാ സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. വെരി ഗുഡ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഷിജു ഡെന്നിസ് എന്ത് പറയുന്നു? ഷിജു എന്തോ ഇന്ന് ഫുഡ് സ്പെഷ്യൽ എന്തുവാ? പ്രത്യേകിച്ച് പപ്പടമുണ്ട്. പപ്പടം മാത്രമേ ഉള്ളൂ, ബാക്കി എന്തോ? ഇറച്ചിച്ചോറെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ യൂത്ത്സ് ആണ്, വെരി എനർജറ്റിക്. കൊള്ളാവോ? ഫുഡ് കൊള്ളാവോ? അടിപൊളി. ഫുഡ് കൊള്ളാവോ? അടിപൊളി. വെരി ഗുഡ്. സോ ഡിന്നർ ടൈം ആണ്. നല്ല അടിപൊളി പനീറൊക്കെ ഇട്ട് നല്ല വെജിറ്റേറിയൻ റൈസൊക്കെ ഉണ്ട്. 2 കൊച്ചന്മാരുണ്ട്. കൊച്ചന്മാര് കൊല്ലത്തുനിന്നൊക്കെ വരും അല്ലേ? എന്തോ പേരെന്ന് പറയാം? സോണിയ. സോണിയ. സാറുത്തിക്ക് നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നേ. വണ്ടർഫുൾ മൊമെന്റ്സ് അറ്റ് മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസ്. നമ്മുടെ എറണാകുളത്തെ എളംകുളം പള്ളിയിൽ നിന്ന് നമ്മുടെ യൂത്ത് വന്ന്. എന്തോ അവനെ പേരിന്റെ? കെവിൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ BBA എളംകുളത്ത് തന്നെയാണ്. സോ അങ്ങനെ യങ്സ്റ്റേഴ്സ് എല്ലാം നല്ല അടിച്ചു പൊളിച്ച് തകർക്കുകയാണ്. എങ്ങനെയുണ്ട്? ഹൗ ഡു യു ഫീൽ? ഗുഡ്. 2-3 ക്യാമ്പിൽ പോയിട്ടുള്ളതായിരുന്നില്ലേ? ബാംഗ്ലൂരൊക്കെ പോയിട്ടുള്ളൂ. സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റുകളായിരിക്കുന്നു. നമ്മുടെ മാത്യു കോശി സാർ നമ്മോടൊപ്പം ചേരുന്നു. എന്തൊക്കെയോ ആശാൻ തട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ മാർത്തോമ സ്റ്റുഡൻസ് വയലോട്ട് വെച്ചോ. പനീറാണ്. പനീർ. നമ്മുടെ പനീർ വിട്ടൊരു കളി നമുക്കില്ല. അതെ അതെ അതെ. പനീർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ കഴിച്ചിട്ടുണ്ട്.
ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ക്യാമറ കണ്ടപ്പോൾ ഇവരൊക്കെ മുഖം മാറ്റുന്നതാണ്. വെട്ടി വിഴുങ്ങുമായിരുന്നു ഇവരൊക്കെ. കുട്ടി പറയൂ, ഫുഡ് എങ്ങനെയുണ്ട്? നല്ലതാണ്. എല്ലാം കഴിക്കുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. അവിടെ എന്തോ വൈക്ലഭ്യം പറ്റി, നാരങ്ങാച്ചാറിന്റെ പുളിയാണെന്ന് തോന്നുന്നു. നമുക്ക് പിന്നീട് വരുമായിട്ട് ചേരാം. നമുക്ക് നമ്മുടെ അച്ഛൻ ഇതിലൊഴി പോകുന്നു. നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പോവാം. ഹലോ ഗായ്സ്, എന്തൊക്കെയാ വിശേഷം? എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ? ഇത് ആൻഡ്രു ആണ്. ഞങ്ങള് ചേരുന്നു. ഓക്കെ, ബൈ, സൈനിങ് ഓഫ്. ഞങ്ങൾ മാത്യു കോശി സാറിന്റെ കയ്യിൽ ഞങ്ങൾ ഫോൺ കൈമാറുകയാണ്. കുറച്ച് സമയം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ അവസരം കിട്ടി. അപ്പൊ താങ്ക് യു, എൻജോയ്, ഗോഡ് ബ്ലെസ് യു. 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചില യങ് ഫ്രണ്ട്സ്, എന്തോ പേര് പറഞ്ഞു? Justin, I'm from Mumbai. You are from Mumbai. Oh, what do you do? What are you studying? I'm studying MCA. MCA. Masters in Computer. Yes, I know. My brother is an MCA graduate. Okay. I know it's software engineer. You will become a software engineer. Okay. So, where are you? What is the name of your parish in Mumbai? Victoria Marthoma Church. Okay, very good. And tell me you are Hema. You are from which place? Cherayarambu Maraman. And what do you do? Engineering കഴിഞ്ഞു. ഹേബയുടെ കൊച്ച് അനിയത്തിയാണ്. ഒരു ചെറിയ യൂട്യൂബർ ആണെന്നാണ് പറയുന്നത്. ഉണ്ടോ? യൂട്യൂബ് ചാനലുണ്ടോ? ഓ, വെരി ഗുഡ്. വാട്ട് ഈസ് യുവർ നെയിം? അനീക്ക. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th. വെരി ഗുഡ്. അപ്പം അതൊക്കെ നല്ലോണം പഠിക്കുക. മോളെ പേരോട് പറഞ്ഞു. നവോമി. എവിടാ? ഏത് പള്ളിയാ? സെന്റ് പോൾ കണമംഗലം ചർച്ച്. ഓക്കെ. എന്തോ ഇപ്പൊ ചെയ്യുന്നേ? ഡിഗ്രി തേർഡ് ഇയർ ആണ്. ഒന്ന് നല്ല യങ്സ്റ്റേഴ്സിനെ കണ്ടു. നല്ല വൈബ്സ് ആണ്. നല്ല അടിപൊളിയായിട്ട് കൺക്ലൂഡിംഗ് വീഡിയോ ആക്കാം. ഇരിച്ചു. സോ ആൻഡ് എ ചൈൽഡ് വിൽ ലീഡ് ദം എന്നാണ് ഐസയുടെ പ്രോഫസിയിൽ പറയുന്നത്. ആൻഡ് ലിറ്റിൽ ചിൽഡ്രൻ ലീഡ് ദം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. വെരി ഗുഡ്. അയച്ചാ മതി, ലിങ്ക് അയച്ചാ മതി. സോ ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ നല്ല ഗ്രേസ്ഫുൾ യൂത്ത്സ് ഓഫ് മാർത്തോമ ചർച്ച്. പേര് പറഞ്ഞേ? ഏത് പള്ളിയാ? ആയൂരാണ്. എന്ത് ചെയ്യുന്നു? എവിടാ? ബോംബെയിലാണ്. പറഞ്ഞോ പേര്. ഫസ്റ്റ് ഇയർ BHMS തമിഴ്നാട്. വേറെ വിച്ച് പ്ലേസ് ഇൻ തമിഴ്നാട്? കുലശേഖരം. അത് സൗത്ത് ആണ്. കന്യാകുമാരി ആ റൂട്ടിൽ. Anusha. I'm studying BHMS itself, 3rd year, Chenganur St. Thomas Volkarpan. Very good. Joanna, UC College la, 2nd year lote. Union Christian College, one of the best colleges in Kerala. Okay, എല്ലാരെയും കണ്ടതിൽ വലിയ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇതിലൊക്കെ നല്ലൊരു സ്കിറ്റ് ഒക്കെ ചെയ്ത ആളാണ്. പേരെന്തോ? My name is Subin John Cherry. I really liked the conference. It was really helpful. I have completed my engineering, and after that to make new friends I came here. Where are you from? I'm from Vasai Diocese, Mumbai Parish. I'm almost 30 years old. I got to meet Tirumeni, Achan and all new friends. It was a good presence. Excellent, very good, very wonderful, positive vibes are coming from you. Thank you. Okay, God bless. ഏത് പള്ളിയാ? എന്ത് ചെയ്യുവാ? ഞാൻ നീറ്റ് ഇപ്പൊ എഴുതിയോ? എങ്ങനെയുണ്ട്? 700 കിട്ടുമോ? 740 നോട്ടില്? 720. ഞങ്ങളുടെ കുറ്റപ്പുഴ പള്ളിയിൽ നിന്ന് ഒരു പിടിക്ക് 2 വർഷം മുമ്പ് 700 കിട്ടിയായിരുന്നു. ടോപ്പ് റാങ്ക് ആവുന്നത്. ആ കുട്ടിയെ ഞാൻ ഇന്റർവ്യൂ ചെയ്തതാണ്. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. എടുത്ത് കേട്ടാ മതി. ആ കുട്ടിയുടെ സ്ട്രാറ്റജി ഒക്കെ പറയും. എന്തോ പോണ പേര്? അത് തന്നെയല്ലേ? പറഞ്ഞു ഇൻട്രൊഡ്യൂസ് ചെയ്ത് സമയമില്ല. എന്ത് ചെയ്യുവാ? 12th. ഏത് പള്ളിയാ? ഓക്കെ, നല്ല സ്മാർട്ട് ചിൽഡ്രൻ ഓഫ് മാർത്തോമ ചർച്ചാണ്. എല്ലാവർക്കും നല്ല സ്നേഹ വന്ദനം. നമ്മുടെ യങ്സ്റ്റേഴ്സ് പുസ്തകമൊക്കെ വായിക്കുകയാണ്. ഏത് പുസ്തകം വായിക്കുന്നേ? ഇത് മോട്ടിവേഷന്റെ ബുക്കാണ്. നല്ല സൂപ്പർ ബുക്കാണ്. എനിക്കൊരാള് സമ്മാനം തന്നതാണ്. എന്ത് പറയുന്നു? ആർക്ക് വേണം? ഇവിടെ കുഞ്ഞ് സിസ്റ്റർ എന്ത് ചെയ്യും? അവർക്ക് ഒരു ഹായ് പറഞ്ഞുതരാം നമ്മുടെ കോൺഫറൻസിന്റെ വകയായിട്ട്. ഓക്കെ, അവിടെ വരികയും മറന്നുപോയി. ഞങ്ങള് വീട്ടിൽ പോയി അവളെ കണ്ടതാണ്. എങ്ങനെയുണ്ട് കോൺഫറൻസ് ഒക്കെ? അടിപൊളിയല്ലേ?
ഡെഡിക്കേഷൻ സെഷനാണ്. നാളെ കുർബാനയ്ക്കായിട്ടുള്ള ഒരു ഞാൻ പ്രത്യേകം പറഞ്ഞ അച്ഛനോടൊരു ഹായ് പറയണം. ഞാൻ ഒരു ഫോട്ടോ എടുത്തപ്പോൾ അതിന്റെ ബാക്കിലാക്കി എന്നോട് പ്രത്യേകം പറഞ്ഞു. നമ്മുടെ മീഡിയ പീപ്പിൾ ആണ്. മീഡിയ പീപ്പിൾ, they are doing an excellent job here. സത്യമാം സ്നേഹമേനുവാൻ സ്വന്തപുത്രനെ നൽകിയെന്ന് സത്യമാമേയും സ്നേഹമേനുവാൻ സ്വന്തപുത്രനെ is the one who comes in the name of the Lord. Good evening, everyone. It's my privilege to invite Reverend Sam Tikoshi. Reverend Sam Tikoshi Achin, who is a prominent clergyman and theologian within the Malankara Marthoma Syrian Church. He is currently serving as a director of CSS. His main area of study is the theology of Saint Ephraim. He has also served as a faculty member at the Marthoma Theological Seminary, Kottayam. His home parish is Elanthur Marthoma Vilyapalli. On behalf of everyone gathered here, as a token of our heartfelt gratitude. 5 പേർക്കും പോവാത്ത ഒരു മീറ്റിംഗിന് ഞാൻ പോയിട്ടുണ്ട്. നിങ്ങൾ പ്രിവിലേജ്, യു ആർ സോ പ്രിവിലേജ്ഡ്. നിങ്ങളെ ഇവിടെ അയക്കാൻ ഒരപ്പനും അമ്മയും ഉണ്ടാകും. അങ്ങനെയുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്.
ഈ സമയം വളരെ വിലപ്പെട്ടതാണ്. എനിക്ക് തന്നിരിക്കുന്നത് 2 വിഷയങ്ങളായിരുന്നു. ഇനി 1ാമത്തെ വിഷയത്തിന്റെ സമയം കഴിഞ്ഞാണ് ഞാൻ തുടങ്ങുന്നത്. സാക്രമെന്റൽ ലോക്കിംഗ് എന്നുള്ളത്. 2ാമത്തേതാണ് ഡെഡിക്കേഷൻ. നിങ്ങൾ ദയവ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് ആ ഫോൺ ഒന്ന് ഫ്ലൈറ്റ് മോഡിലേക്ക്. ഒരു തുള്ളി വെള്ളം കടലാണ്, ഒരു പാത്രത്തിലെ വെള്ളവും കടലാണ്. So once you go to the sea, 1 drop of water is sea, 1 cup of water is also sea. And then you can put your leg and say this is sea. Then you can swim and say that this is sea. You can go in a boat and say that this is sea. You can rather go in a ship and say that this is sea. You can go in a submarine and say that this is sea. You can do a scuba diving and go 850 meters down the sea and say that this is sea, but still the sea remains. അതുപോലെയുള്ള ഒരു കടലാണ് ഹുദാശ. ഹുദാശയെ കുറിച്ചാണ് ഈ സെഷൻ. കണ്ണുകളെ അടയ്ക്കും. കർത്താവേ കരുണ ചെയ്യണമേ എന്നാണ് ഇതിന്റെ അർത്ഥം. ഞാനൊരു 3 പ്രാവശ്യം പാടും. എൻ്റെ കൂടെ നിങ്ങളിത് പാടും. എല്ലാവരും Let us feel the presence of the Lord and sing to the Lord. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവ് വാസ്തവമായി നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളത് ഉറച്ചുകൊണ്ട് നമ്മളെ നിർമ്മിച്ച കർത്താവ് നമ്മുടെ സന്നിധിനാണ് എന്ന് ഉറച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നന്നായി ശ്രദ്ധയോടെ വിശ്വാസത്തോടെ പാടാം. എല്ലാവരും